പ്രിയമുള്ളവരെ, ഞങ്ങളിന്ന് വയനാട് എവിടെ പോകാ? ബൈത്തിരി റിസോർട്ടിലെ പ്രോഗ്രാമിന് പോവാ. അപ്പൊ ബാപ്പുക്കയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞു പോവാ. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു വിശേഷമുള്ള പ്രോഗ്രാമാണ്. അതെ അതെ, മറ്റേ ഭിന്നശേഷിക്കാരുടെ ഒരു പരിപാടിയാണ് ഇന്ന് നമ്മൾ പോകുന്നില്ലേ? നമ്മള് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ബാപ്പുക്കാനെ കുറിച്ച് നമ്മളെ ഒരുപാട് ഇന്റർവ്യൂ ബാപ്പുക്ക ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്കൊക്കെ ബാപ്പുക്ക പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല, എന്നാലും കുറച്ച് അറിയേണ്ടതുണ്ടല്ലോ അല്ലെ? ഫുൾ ഇന്റർവ്യൂ ആണ് ഇപ്പൊ കുറെ കാലമായിട്ട്. ഞാൻ ചോദിക്കട്ടെ ബാപ്പുക്ക ആദ്യം എഴുതിയ പാട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ആദ്യം എഴുതിയ പാട്ട് എന്ന് പറഞ്ഞാല് വയല് പരമ്പര ഒക്കെ ഉണ്ടാവുമല്ലോ നാട്ടുകളില് അന്ന് മൈക്ക് കെട്ടിക്കാൻ ഇങ്ങനെ പാട്ട് പാടും. വയല് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ നാട്ടിലെ പാട്ടുകാരൊക്കെ ഒന്ന് പാടും. മധുഹ് ഗാനം പാടും. അങ്ങനെ നാട്ടിലെ പാട്ടുകാരൊക്കെ പാടുന്ന പാട്ടിൽ ഞാനും അങ്ങനെയാണ് തുടക്കം. അന്ന് അങ്ങനെയാണ് തുടങ്ങുന്നത്. അന്ന് നമ്മളിങ്ങനെ പാടുമല്ലോ. പക്ഷെ അന്ന് പാട്ടുകാരനായിരുന്നു. നല്ല പാട്ടുകാരനായിരുന്നു. പിന്നെ എഴുത്തിലേക്ക് വന്നത് പിന്നെ ഈ ശബ്ദമൊക്കെ അല്ല, എഴുത്തന്നും ഉണ്ട്, എഴുതലും പാടലും അന്നേ ഉണ്ട്. അങ്ങനെ അവന്റെ പാടുന്ന പരിപാടിയാണ്. അന്ന് ഈ പാട്ടുകളൊക്കെ എല്ലാ പാട്ടുകളും സിനിമാ പാട്ടിന്റെ പാരഡിയാണ് ഉണ്ടാകുക. അന്ന് സിനിമാ പാട്ടുകളിലാണ് ഏറ്റവും വലിയ ഹിറ്റ് പാട്ടുകളൊക്കെ. ഹിറ്റായ പാട്ടില് ഏറ്റവും ആദ്യം എഴുതിയ പാട്ട് ഏതാ? ഹിറ്റായ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതിയ പാട്ടൊന്നും ഹിറ്റല്ലല്ലോ. അന്ന് ഇതിന്റെ ഈ സൗകര്യം ഒന്നും ഇല്ലാന്ന്. റെക്കോർഡിംഗ് സൗകര്യം, ഒരു റെക്കോർഡിംഗ് സൗകര്യം പോയിട്ട് ഒരു ഗ്രാമഫോൺ അല്ല എന്നുള്ളൂ. നമ്മൾക്ക് ആകെപ്പാടുള്ളൊരു സ്വപ്നം ഗ്രാമഫോൺ എടുക്കാനുള്ള ഒരു പാട്ട് വരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ അന്ന് പരിശ്രമം നടത്തുക. ഗ്രാമഫോൺ റെക്കോർഡിൽ വന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കപ്പെടുമെന്ന്. വേറെ റേഡിയോയിൽ വന്നാൽ നമ്മുടെ പേരും കൂടെ പറയില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ആ കാലഘട്ടം. ഇപ്പൊ നമ്മളിപ്പോ മൺമറഞ്ഞു പോയാല് ബാപ്പുക്കയുടെ പാട്ട് പാടിയവരുണ്ടോ? മൺമറഞ്ഞു പോയാൽ എന്റെ പാട്ട് പാടാത്ത ആളുകൾ ഉണ്ടോന്നല്ല ചോദിക്കുന്നുണ്ട്. പാട്ട് പാടാത്തത് ആരാന്നാ? പാട്ട് പാടാത്തവരാരാണെന്ന് ചോദിക്കും. എല്ലാരും പാടിയിട്ടുണ്ട്. എല്ലാരും പാടി, ആരും പാടാത്തതില്ല. മൺമറഞ്ഞു പോയാല് വീയൻകുട്ടി. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച പാപ്പൊക്കെ കരയാനും പറയാനും ആണ് ആദ്യം എഴുതിയത്. അല്ലല്ല, അതൊക്കെ 84-ലല്ലേ? 84-ല്. അപ്പൊ ഏത് പ്രായത്തിലാണ് തുടങ്ങിയത്? നമ്മള് തുടങ്ങി 70 തുടങ്ങിയിട്ടുണ്ട്. വളരെ 13-12 വയസ്സുള്ള തുടങ്ങിയിട്ടുണ്ട്. 73-ല് 70-ല് അന്ന് തുടങ്ങിപ്പോയിട്ടുണ്ട് പരിപാടികൾ. 12 വയസ്സിട്ട് വന്നുള്ളൂ. ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇന്ന് നമ്മളെ ഗാനമേള വേദിയിലൊക്കെ ഇപ്പൊ പാട്ട് എഴുതുന്ന ഒരാള് സജീവ സാന്നിധ്യമായി നിൽക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ ബാപ്പുക്ക് തന്നെ ഉള്ളു തോന്നുന്നു. അത് ഗാനമേള വേദിയിൽ അതിൽ വേറൊരു കാരണമുണ്ട്. ഈ പാട്ടെഴുത്തും പാട്ടും എന്ന് പറഞ്ഞില്ലേ ഞാൻ അന്നേ ഗാനമേള നടത്തിയിരുന്നേ. അന്നുണ്ട്. ആ ഒരു പാരമ്പര്യം ഇങ്ങനെ പോന്നതാണ്. പിന്നീട് നമ്മുടെ പേരൊക്കെ കൂടുതൽ ഉഷാറായപ്പോ ബാപ്പു വെള്ളിയോർമ്പ് സംഘം എന്നും പറഞ്ഞിട്ട് ഒരു ട്രൂപ്പ് ഉണ്ടാക്കി. ആ ട്രൂപ്പില് അതിലാരൊക്കെ പാട്ടുകാര്? ആ ട്രൂപ്പിൽ നല്ല പാട്ടുകാരെ വെച്ചിട്ടാണ് ഞാൻ അന്നൊക്കെ പരിപാടി എടുത്തത്. അന്ന് സ്ഥിരം പാട്ടുകാരനായിട്ട് ഫിറോസ് ബാബു ഉണ്ടായി നമ്മുടെ തിരൂര് ഫിറോസ് ബാബു. അന്ന് കോഴിക്കോട് ലീനേച്ചി എന്ന് പറഞ്ഞൊരു പാട്ടുകാരുണ്ടായി. പിന്നെ ഇന്ദിരാ ജോയി ലീനേച്ചോ പപ്പേട്ടന്റെ ഭാര്യ. അന്ന് ആ ഓർക്കസ്ട്രയൊക്കെ ഞാൻ കൊണ്ടുപോയി ചെയ്യുക. വലിയ ആളുകളുടെ അന്നേ വലിയ ആളുകളെ വെച്ചിട്ടാ പ്രോഗ്രാം ചെയ്യേ. അതുകൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നേ. പിന്നെ വിളയിൽ ഫസീലാത്തൊക്കെ അത് 89-ന് ശേഷമാണ് എന്റെ ട്രൂപ്പിൽ. അതിന്റെ അത്രോളം ഞാൻ അവരുടെ കൂടെ പിന്നെ കുറെ കാലം ഞാൻ അവരുടെ കൂടെ സ്ഥിരമായിട്ട് അവരെ രചയിതാവായിട്ട് പോയിരുന്നു. വീയൻകുട്ടി മാസ്റ്റർ. അത് 5-8 കൊല്ലം ഉണ്ടായിരുന്നു. 8 കൊല്ലോ? 8-9 കൊല്ലം. 78 തുടങ്ങിയിട്ട് 86 വരെ. ആ സമയത്ത് തന്നെ മറ്റുള്ളവർക്കും പാട്ട് എഴുതും. പക്ഷെ ഇവരുടെ സ്ഥിരം രചയിതാവായിട്ട് വീയൻകുട്ടിന്റെ കൂടെ സ്ഥിരം പോയിരുന്നു ഞാൻ. 86-ൽ ഞാൻ പോന്നതിന് ശേഷം ഞാൻ സ്വന്തം ട്രൂപ്പ് ഒന്നുകൂടി വലുതാക്കി. അതിലാരൊക്കെ ഉണ്ടായിരുന്നു? അതിലാണ് പറഞ്ഞ ആളുകളൊക്കെ ഉള്ളത്. അതിന്റെ മുമ്പ് നമ്മൾ ലോക്കൽ പാട്ടുകാരിയായിട്ട് പോവുക. പിന്നെ കണ്ണൂർ ഷെരീഫ് രഹന വരുന്നത് 2000-ലാണ്. 99-2000-ലാണ്. അത് വിളയിൽ ഫസീലിന്റെ ട്രൂപ്പൊക്കെ പിരിച്ചു വിട്ടതിന് ശേഷം നമ്മൾ ഇവർക്ക് മാർക്കറ്റിൽ നിന്ന് കണ്ടിട്ട് അവരുടെ ട്രൂപ്പ് ഞാൻ ഏറ്റെടുത്ത്. അങ്ങനെ 15 കൊല്ലക്കാലം കണ്ണൂർ ഷെരീഫ് രഹന കോമ്പിനേഷനിൽ ഏകദേശം എത്ര ഗാനങ്ങൾ ഇതുണ്ടാവും? അത് നല്ലോണം ഗാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഗൾഫ് നാടുകളിലും ഇവിടെയൊക്കെ ആയിട്ട്. സത്യം തുറന്നു പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പൈസ കിട്ടാൻ തുടങ്ങിയപ്പോഴാ അവരുടെ പ്രോഗ്രാം എടുത്ത് നടത്താൻ തുടങ്ങിയ. ടിക്കറ്റ് ഷോ ആയിരിക്കും. ടിക്കറ്റ് പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ
ഈ ഇവിടെ നമ്മളുടെ എറണാകുളം ജില്ലയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ പരിപാടി നമുക്ക് തന്നത്. വലിയ വലിയ പരിപാടികളൊക്കെ ആയിരുന്നു. അതിൽ നല്ലൊരു പൈസ ആ കാലത്ത് നമുക്കും കിട്ടിയിരുന്നു. ഓ, എനിക്ക് ഷെരീഫ് തന്നിരുന്നു. ബാബുക്ക് വേറെ എന്താ ജോലി ചെയ്തിട്ടുണ്ടോ ഈ പാട്ട് എഴുത്തല്ലാതെ? അതിന് ഒഴിവിട്ടുണ്ടേ വേറെ ജോലിക്ക് പോവാൻ. അപ്പൊ കുടുംബം പോറ്റതും വീട് ഇപ്പത്തെ വീടൊക്കെ ഉണ്ടാക്കിയത് പാട്ട് കൊണ്ട് ഒക്കെ അക്ഷരം. അൽഹംദുലില്ലാ. അത് ഒരു വലിയ കഴിവ് തന്നെയാണ്. അതിലൊരു കാരണം വേറെ ഉണ്ട്. എന്താ? അത് പറഞ്ഞുതരാം. എൻ്റെ കൂടെയുള്ള ആളുകൾ മുഴുവന് ഓരോരു വേണ്ടാത്ത പരിപാടിയൊക്കെ ചെയ്തൊക്കെ മരിച്ചുപോയി. ഞാൻ ആ കലാകാരന്മാർക്ക് ഉണ്ടാകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ലേ. കിട്ടുന്ന പൈസ എന്റെ തുടക്കകാലത്ത് വളരെ കുറഞ്ഞ പൈസയെ കിട്ടുക. അപ്പൊ കുടുംബം നോക്കി എൻജോയ് ചെയ്ത് നമ്മക്ക് എൻജോയ് ചെയ്യാനുള്ള ആഗ്രഹം ഇല്ലായിട്ടല്ല, പക്ഷെ നമ്മളൊരു കുടുംബം ഉണ്ട് എന്നുള്ളൊരു കുടുംബവും കാര്യങ്ങളും ബാപ്പയും ഒക്കെ ഇല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടിക്കൊന്നും പോയില്ല. വാപ്പുകയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പഴയ കാലഘട്ടം മുതൽ ഇന്നത്തെ ചെറുകിട പാട്ടുകാർ വരെ വാപ്പുകയുടെ പാട്ട് പാടി. അതല്ല അത് പ്രശ്നം. നമ്മള് ഇന്നത്തെ ന്യൂജൻ കൂട്ടത്തില്ല ഞാൻ ഇപ്പൊ ഉള്ളത്. അതെ, നിന്റെ കൂട്ടത്തിലപ്പോ ഞാൻ പരിപാടിക്ക് അങ്ങനെ. പക്ഷെ ഞാൻ അതിൽ വലിയ ആള്, നമ്മളൊരു പണ്ടത്തെ ആള് എന്ന് കാണിച്ചുകൊണ്ട് അവരോട് കൂടെ നിന്നാൽ നമുക്ക് നമ്മളെ പറ്റൂല. ഇന്ന് ന്യൂജൻ പരിപാടി ഞാൻ നല്ലോണം നടത്തുന്നില്ലല്ലോ. ഇന്നത്തെ തലമുറന്റെ പരിപാടികൾ നടത്താൻ തയ്യാറെടുപ്പ് നടത്തി എന്നുള്ളതാണ്. അതിന് എന്റെ മനസ്സ് ഉൾക്കൊണ്ടു. ഇപ്പൊ ഇന്ന് രാവിലെ ഞാനൊരു പാട്ട് എഴുതി അയച്ചു കൊടുത്തു. എന്റെ ഏറ്റവും വലിയ എത്രയോ ചെറുതായ ഒരു പയ്യനാ കൊടുത്തത്. എന്റെ മോന്റെ പ്രായം കൂടെ ഉണ്ടാവില്ല. എന്നോട് പറയും നന്നായിട്ടില്ല, മാറ്റി എഴുതണമെന്നാണ്. മാറ്റി എഴുതി കൊടുത്തത്. രണ്ടാമത് എഴുതിയപ്പോൾ ഇഷ്ടപ്പെട്ടു. രണ്ടാമത് എഴുതിയിട്ട് ഇഷ്ടപ്പെട്ടില്ല, മൂന്നാമത് എഴുതൂ. അതിന് തയ്യാറാവുന്ന ആളുകൾ ഉണ്ടോന്ന് സംശയം എനിക്ക്. അതുകൊണ്ടാണ് രണ്ടാമത് ഇപ്പൊ ഒരു ഓയങ്കരവാരെ കൊണ്ടും ബാപ്പുള്ളിയൊന്നും വരാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് ഞാനും ബാപ്പുക്കയുടെ ഒരു യാത്ര പോകുമ്പോ ഞാൻ ചെറിയൊരു ബാപ്പുക്ക് എന്തോന്നൊരു ചെറിയൊരു പേപ്പറിൽ എന്തോന്ന് എഴുതുന്നുണ്ട്. ചെറിയ പേപ്പറല്ലേ അപ്പൊക്ക. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ എന്താ എഴുതണ ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ കണക്ക് എഴുതുകയാണെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞ് ഞാൻ പാട്ട് എഴുതുകയാണെന്ന് തന്നെ. അപ്പൊ ഈ ഒരു ചെറിയ കടലാസിലോ എന്ന് വെച്ചു. ഇത് മതി, ഇത് കുറച്ച് ഞാന് അതൊരു പാട്ടായി വരും എന്നൊക്കെ പറഞ്ഞു. ആ പാട്ട് വൻ ഹിറ്റായി. നമ്മളെ അസിൻ വെള്ളില പാടി. മാത്രല്ല കരയാനും പറയാനും ഒക്കെ. അതേതിന് പാട്ട്? അത് ഫജറിന്റെ തിളക്കത്തിനു പൂണ്ട്. എന്താ രസം, വളരെ മനോഹരമായിട്ട് അസിൻ വെള്ളിൽ അത് പാടി. അതുപോലെ എഴുതിയ പാട്ടുകൾ ഏതൊക്കെയാണ്? അതുപോലെ കരയാനും പറയാനും ഒക്കെ അങ്ങനെ എഴുതിയത്. അതെങ്ങനെയായിരുന്നു? അതിങ്ങനെ ബസ് പോകുമ്പോ അത് സിഗരറ്റ് വലിക്കീനി. അപ്പൊ സിഗരറ്റ് വെട്ടിന്റെ എഴുതി വെച്ചത്. പിന്നെ കുറെ പാട്ടുകളുണ്ട് അങ്ങനെ. കുറെ പാട്ടുകൾ അന്ന് എറണാകുളത്തേക്ക് റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോ വണ്ടിയിൽ നിന്ന് എഴുതിയ കുറെ പാട്ടുകളുണ്ട്. ട്രെയിനിൽ എഴുതിയ പാട്ട് ഏതായിരുന്നു? ഉമ്മയെ ചോദിച്ചു പൊന്നുമ്പോൾ കരയല്ലേ. ദാസേട്ടന്റെ മോനും കൂടെ പാടിയത്. വിജയിന്റെ ഫസ്റ്റ് പാട്ടാണ് അതല്ലേ? വിജയ് അന്ന് പാട്ടുകാരനൊന്നും അല്ല. എന്നോടിങ്ങനെ ദാസേട്ടൻ പറഞ്ഞതാ ഈ പാട്ട് നമ്മളൊന്ന് വിജയനെ വിളിച്ച് പാടിച്ചു നോക്കി, പറ്റെങ്കിൽ എടുക്കായി. ദാസേട്ടൻ ഏകദേശം എത്ര പാട്ട് പാടിണ്ടാവും? മാപ്പിളപ്പാട്ട് ഏറ്റവും കൂടുതൽ ദാസേട്ടനെ കൊണ്ട് പാടിച്ച് ഞാനായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ പാട്ട് മാത്രമല്ലല്ലോ ഞാൻ പാടിച്ചത്. അന്ന് ഒരു കേസറ്റ് കിട്ടിയാൽ 5 പാട്ട് എന്റേതും, അന്ന് 12 പാട്ടിന്റെ സൃഷ്ടിയാണ്. ഇതിന്റെയൊക്കെ ട്യൂൺ ചെയ്യൽ ആരാണ്? കോഴിക്കോട് പോക്കർ സംഗീതം ചെയ്തിട്ടുണ്ട്. അബുട്ടി മാഷും ഞാനും പിന്നെ ദാസേട്ടന് വേണ്ടി വർക്ക് ചെയ്തില്ല, ചിത്രയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഓയമ്മിന്റെ കൂടിയാണ്. അത് ഓയമ്മിന്റെ കൂടിയാണ്. എന്റെ കൂടെ അബുട്ടി മാഷ് വർക്ക് ചെയ്തില്ല. ഇല്ലല്ല, ദാസേട്ടന് വേണ്ടി ചെയ്തില്ല. വേറെ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിത്രയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ചിത്രയ്ക്ക് ആ ഒരു ബന്ധം എപ്പോഴും പുലർത്തുന്നുണ്ട് അല്ലേ? അതുണ്ട്. കണ്ടാല് പിന്നെ അവർക്കൊക്കെ ഇപ്പോഴും ആ ബന്ധമുണ്ട്. ആ ബന്ധം പ്രശ്നമൊന്നുമില്ല. കാരണം പിന്നെ അവർക്കൊക്കെ ഇത് ഞാൻ മനസ്സിലാക്കിയപ്പോ മറ്റുള്ളവരെ മോശമാക്കിയൊന്നും പറയല്ല. ഈ സിനിമാ പാട്ടുകാർക്ക് ഇതൊരു സമർപ്പണ ബുദ്ധി ഉണ്ടാവും. ഉദാഹരണം, ഞാനൊരു സിനിമാ പാട്ട് ദാസേട്ടൻ, ചിത്രേച്ചി, സുജാത, സിത്താര അതുപോലുള്ള ആളുകളുടെ അടുത്തേക്ക് പാട്ട് പാടിക്കാൻ ചെന്നാല്
അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഈ പാട്ട് എഴുതിയെടുക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറയും. എഴുതിയെടുക്കുമ്പോൾ ഓരോരോ വരികളും എന്താണെന്ന് അവർ ചോദിച്ചറിയും. അർത്ഥം അവർക്ക് മാപ്പിളപ്പാട്ടിനെ പറ്റി അങ്ങനെ അറിയലുണ്ടാവില്ല. എല്ലാ വരികളും ഇതെന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചറിയും. അതുകൊണ്ട് ആ പാട്ടിന്റെ എല്ലാ ആത്മാവും ഉൾക്കൊണ്ട് അവർ പാടും. ഇതിപ്പോ നമ്മൾ എഴുതി കൊടുക്കുന്ന കടലാസിൽ നോക്കിയിട്ട് അവര് പാടി അന്നേരം തന്നെ അവരങ്ങോട്ട് പോയി ചെയ്യും. അതുകൊണ്ട് ഒരു ആത്മാവില് തങ്ങി നിൽക്കാത്തൊരു കുഴപ്പം. പിന്നെ അന്ന് ഈ കേസറ്റിന്റെ തിരക്കിന്റെ സമയത്ത് കുറെയൊക്കെ അങ്ങനെ ആണാനും ഇട്ടോ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വരികള് ആദ്യം പിന്നെ ഗ്രാമഫോണിലാണോ ഇത് എഴുതിയത്? 78 അതാണ് ആദ്യം തുടക്കം. അതിന് മുമ്പ് വേറെ സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു? അല്ല, വേറെ സിസ്റ്റം അല്ലല്ലോ. റേഡിയോ സ്റ്റേഷനിലേക്കല്ലേ പാട്ട് എഴുതാൻ കഴിയുള്ളൂ. അത് സ്റ്റുഡിയോ ഒക്കെ എവിടെ? എറണാകുളം? സ്റ്റുഡിയോയിൽ എറണാകുളത്തും ഇല്ല അന്ന് സ്റ്റുഡിയോ മദ്രാസിലാ. അപ്പൊ ഇന്ന് ട്രെയിൻ കയറി റെക്കോർഡിങ്ങിനൊക്കെ മദ്രാസിലാ പോയത്. പോയി കഴിഞ്ഞാ അപ്പൊ ട്രെയിനാണോ അന്ന് ട്രെയിനിൽ കയറി കഷ്ടപ്പെട്ട് പോവല്ലേ. അവര് പൈസയും കിട്ടൂല അവിടുന്ന്. നമ്മള് റെക്കോർഡിങ്ങിന് നമുക്ക് പൈസ ഒന്നും കിട്ടൂല. റോയൽറ്റിയാ കിട്ടുക. പാടികൾക്ക് റോയൽറ്റി ഉണ്ടാവും, എഴുതിയോൾക്ക് ഒന്നും ഉണ്ടാവില്ല. എഴുതിയോൾക്ക് 25 രൂപ തരുമെന്നാന്ന് പറയാ. അതും തരൂല. അതൊരു ഈ പാട്ട് എഴുതുന്ന ആള് എപ്പോഴും പിന്നണിയിലാണല്ലോ. അല്ല, അതായത് ഞാൻ പറഞ്ഞതാ, ഒരു പാട്ട് ഇപ്പത്തെ ട്രെൻഡ് സിംഗേഴ്സ് ഒക്കെ പാടുന്ന പാട്ടുകൾ അവരെ എഴുതിയതല്ലോ. അത് എഴുതിയത് ആരാ എഴുതിയത് അവർക്ക് അറിയില്ല. അവരെ പറ്റി പറയില്ല. ഇല്ല. ഈ പാട്ട് എഴുത്തുകാരായ എന്നെ പോലുള്ള ആളുകൾക്ക് മാർക്കറ്റ് വന്നത് ആ കേസറ്റ് വിപണി വന്നപ്പോ പത്രമല്ല എഴുതി കാണിക്കുന്നതിനേക്കാൾ ഉപരി ഒരു സംഭവം വേറെ വന്നു ആ കാലത്ത്. അതെന്താന്ന് പറഞ്ഞാല് ഈ കേസറ്റ് കമ്പനിക്കാർ തെരഞ്ഞു വരല് നമ്മളെ രചയിതാക്കളെയായി തെരഞ്ഞു വന്നത്. ഇന്ന പാട്ട് വേണം മാർക്കറ്റിൽ പോകുന്നേ. അത് നമ്മൾ എഴുതിയിട്ട് മാർക്കറ്റിൽ പോകുന്ന ആളുകൾ കൊണ്ട് നമ്മൾ പാടിക്കുന്ന ഒരു സിസ്റ്റം വന്നു. പാട്ടുകാരെക്കാളും വിലയും കാര്യവും ഒക്കെ ആ സമയത്താണ് നമുക്ക് വന്നത്. ആ സമയത്ത് നമുക്ക് പൈസയും കിട്ടിയത്. മനസ്സിലായില്ലേ? അത് അത്രോളം പൈസ ഒന്നും കിട്ടൂലായിരുന്നു. പാട്ടുകാരെ എഴുതിപ്പോ പാട്ട് പാടി പോയാലും ഒന്നും തരൂല. പല പാട്ട് എഴുത്തുകാരും പാട്ടുകാരെയും അനുഭവം എനിക്കുണ്ട്. പാട്ട് എഴുതി അങ്ങോട്ട് വാങ്ങി പോകാന്നല്ലാതെ പൈസ ആരും തരൂല. ആരൊക്കെയാ തരാത്തെന്ന് ചോദിക്കേണ്ട പറയൂല. ഇപ്പൊ ബാബുക്ക് ഏകദേശം എത്ര പാട്ട് എഴുതിണ്ടാവും? അത് 6-7,000 പാട്ട് എഴുതിണ്ടാവും. 7,000. അതിലിപ്പോ ഈ ചെറുകിട പാട്ടുകളൊന്നും കൂട്ടൂല. രാഷ്ട്രീയ പാട്ടുകൾ കൂട്ടൂല. രാഷ്ട്രീയ പാട്ടുകളും കൂട്ടി ഒരു 10-25,000 ആവും. അയ്യോ, നിങ്ങൾ തന്നെ ഉണ്ടാവട്ടോ. നിങ്ങൾക്ക് പകരം വെക്കാൻ എഴുത്തില് നിങ്ങൾ തന്നെ ഉള്ളൂ. അല്ലല്ല, അത് ഞാൻ തന്നെ ഉള്ളൂ എന്ന് എന്റെ വിശ്വാസം. അത്ര ആരും എഴുതിണ്ടാവില്ല അല്ലേ? അതൊരു ജീവിതം മുഴുവൻ സമർപ്പിച്ചില്ലേ. 10 മരവാഴവട്ട കാലം ഇതിന് തന്നെ നടക്കുകയല്ലേ. പിന്നെ അന്ന് കേസറ്റ് യുഗം വന്നതോടുകൂടിയാട്ടോ അങ്ങനെ എഴുതാൻ കഴിഞ്ഞത്. കേസറ്റ് യുഗത്തില് എനിക്ക് ശരിക്കും പകരക്കാരനില്ലായിരുന്നു എന്ന് തന്നെ പറയണം. അന്നല്ലേ? അത് ഞാൻ തന്നെയായിരുന്നു അന്ന് രാജാവ്. പാട്ട് ആരെ കൊണ്ട് പാടിക്കണം ആരെ കൊണ്ട് പാടിക്കണ്ടെന്ന് വരെ ഞാൻ തീരുമാനിച്ചു. പാട്ട് പാടിക്കൊണ്ട് എത്ര വർഷം മുന്നോട്ട് പോയിട്ടുണ്ട്? പാട്ട് പാടിക്കൊണ്ട് എന്ന് പറഞ്ഞാല് പിന്നെ നമ്മളെ ശബ്ദം മാറുമല്ലോ. ശബ്ദം മാറിയിട്ടും കുറച്ചൊക്കെ പാടി. പിന്നെ നമ്മളെ പ്രായത്തിനനുസരിച്ച് ശബ്ദം മാറി പോവല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ നിർത്തിയതാ. അതില് നല്ല പാട്ടുകാരൊന്നുണ്ടായിന്. ഇതൊന്നും സത്താർക്കായിരുന്നു, KG സത്താർക്ക. പിന്നെ ഉണ്ടായിരുന്നത് KS മുഹമ്മദ് കുട്ടി എന്നെ കൊണ്ടുപോയി. ഇന്നത്തെ ഈ ഗാനമേള വേദിയിലൊക്കെ ഡാൻസ് കളിച്ച് പാടുന്ന സിസ്റ്റം ഉണ്ടോ? ഒന്നുമില്ല. അത് ഗാനമേളക്ക് എന്റെ എതിരല്ലേ, ഹറാമല്ലേ. മറ്റേ ഡാൻസും കൂടി കളിച്ചാ പിന്നെ സ്ഥിതി. പിന്നെ നമ്മളെ മരിച്ചുപോയ ജോയി പീറ്ററോ, അതൊക്കെ പിന്നീട് വന്നതാണ്. അവര് തുടങ്ങിയ അതിനുശേഷമാണ് നമുക്കൊരു ഗാനമേളക്ക് നമ്മളെ ദേവദാസ് പെർഫോമർ ഉണ്ടെങ്കിൽ ഗാനമേള വിജയിക്കുള്ളൂ. ദേവദാസ് പയ്യോളിയൊക്കെ വന്നു. എങ്കിലും മാപ്പിളപ്പാട്ട് പാടുന്ന പാട്ടുകാരൊന്നും അനങ്ങിയിട്ടില്ല. നമ്മുടെ എരഞ്ഞോളി മൂസ, മുസക്ക, പീർക്ക, ബിയ്യൻകുട്ടി അങ്ങനെയുള്ള ഒരു സംഭവേ അനങ്ങാതെ പാടിയ വിളയിൽ ഫസീല. അന്ന് അവർക്ക് ഈ അന്ന് സ്റ്റേജിൽ കയറിയാൽ തന്നെ പ്രശ്നമല്ലേ. ആ കൂടുതൽ പേര് അനങ്ങിയും കൂടി ചെയ്താൽ എന്തായിരിക്കും പ്രശ്നം? ബാബുക്ക, പിന്നെ ഈ പുതുമുഖ ഇപ്പൊ ഗാനമേളകൾ ഉണ്ടല്ലോ, ഇപ്പൊ സംഗതിയിൽ അതൊരു കഴിവ് തന്നെയാണ് കേട്ടോ. അവരല്ലേ അംഗീകരിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അതിനെ വെച്ച് ബാബുക്ക് എന്താ പറയാനുള്ളത്? ഈ പുതുമുഖ ഗാനമേളകൾക്ക് ഒന്നും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഇന്നത്തെ തലമുറക്കനുസരിച്ച് അവര് മാറി കളിക്കുക. പിന്നെ പാട്ടിൽ ഉൾക്കൊണ്ട് പാടുക എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞത് ഈ വേടൻ എന്നൊക്കെ ഉണ്ടല്ലേ. അവരൊക്കെ ഇപ്പൊ പിന്നെ വലിയ രീതിയിലേക്ക് വളർന്നു വരുന്നുണ്ട്. പക്ഷേ
അവരൊക്കെ പിന്നെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയം. പഴയത് പഴയത് തന്നെയാണ്. അവിടെ ഗോൾഡ് ഈസ് ഗോൾഡ് എപ്പോഴും ഉണ്ട്. അത് ഒരു സംഭവമാണ്. ഒരു മോശമാണെന്നല്ലട്ടെ പറഞ്ഞതിനർത്ഥം. പിടിച്ചു നിൽക്കാൻ പറ്റാവുന്ന മരുന്നുകളുടെ കുറവുണ്ടോ എന്ന് സംശയം എനിക്ക്. അതുകൊണ്ടാണോ അങ്ങനെ വരുന്നത്? മരുന്ന് മീൻസ് കലയുടെ ഭാവനകളുടെ കുറവ്. ഉദാഹരണം അതിപ്പോ സിനിമയിലും ഉണ്ടല്ലോ. സിനിമയില് എൻ്റെ ചെറുപ്പകാലത്ത് ശശികുമാർ അതിന് ഹിറ്റ് മേക്കർ സംവിധായകൻ. അയാൾ ഒരു ദിവസം 4 സിനിമയൊക്കെ ഒരു ദിവസം സംവിധാനം ചെയ്തിരിക്കുന്ന ഞാൻ കേട്ടത്. പിന്നെ വന്നത് IV ശശി, പിന്നെ വന്ന് ഹരിഹരൻ. അതിനുശേഷം ഒരു സംവിധാനം പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നേ. ബാലേന്ദ്ര മേനോനൊക്കെ കഴിഞ്ഞാല് സിനിമയിൽ ഇപ്പോ ഞാൻ വിചാരിച്ചിരുന്നു മറ്റേ പിന്നെ രാജമാണിക്കൊക്കെ ചെയ്ത സംവിധായകനെ പിടിച്ചാൽ കിട്ടൂലെന്ന്. രണ്ടാമത്തെ സിനിമ വന്ന് ഫ്ലോപ്പല്ലേ. പിന്നെ അയാളുടെ പേര് തന്നെ ഇപ്പൊ ഓർമ്മ ഉണ്ടോ? അഭിനയ രംഗത്ത് വല്ല മികവ് പുലർത്തിണോ? ഞാൻ നാടകക്കാരനായില്ല പണ്ട്. അതില് സ്റ്റേജിൽ പോകാറുണ്ടോ? അന്നിപ്പല്ല. ഞാൻ നാടകം എഴുതി, നാടകം പിന്നെ ട്രൂപ്പ് ഉണ്ടാക്കി, നാടകം ബുക്കിംഗ് കളിച്ച ആളാ. അതെന്താന്ന് വെച്ചാല് എന്റെ സമുദായത്തിന് കൂടുതൽ എതിർപ്പ് വരുന്ന നാടകത്തിനാ. എനിക്ക് എതിർക്കണേനോടാ ഇഷ്ടം. എതിർത്താലുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മൾ ഒരാളെ എതിർക്കുമ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ. നമ്മളെല്ലാം നന്ന് പറഞ്ഞാൽ നമ്മൾ എത്തുവോ? എത്തൂലല്ലോ. അപ്പൊ അങ്ങനെ എന്നെ എല്ലാവരും എതിർത്തിക്കണ്. എതിർത്തതിനെ കൊണ്ട് ഞാനൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തി. സിനിമയില് ബാബുക്കയുടെ പാട്ട് ഏതെങ്കിലും? സിനിമകൾ കുറെ. സിനിമന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് 90 കാലഘട്ടത്തിലാണ് സിനിമന്റെ പാട്ടിന്റെ സുവർണകാലം. കേസറ്റിന്റെ സുവർണകാലം. അതിന്റെ മുമ്പ് പാട്ടിന്റെ സുവർണകാലം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ബാബുരാജിന്റെ ഒക്കെ കാലം നല്ലോണം ഗ്രാമഫോൺ റിക്കാർഡിൽ പാട്ട് ആസ്വദിച്ചിട്ടുണ്ട്. പൈസ കിട്ടാൻ തുടങ്ങിയ സുവർണകാലം 90കളിലാണ്. അന്ന് ഈ സിനിമ പാട്ട് ഇറക്കുന്ന എല്ലാ നിർമ്മാതാക്കളുമായിട്ട് ഞാൻ നല്ല ബന്ധമാണ്. സിനിമന്റെ പാട്ട് ഇറക്കുന്നവരും സിനിമ ഇറക്കുന്നവരുമായിട്ടും. പക്ഷെ ഞാൻ സിനിമയിലേക്ക് അവരോട് ചോദിച്ചൊരു പാട്ടിന് ചോദിച്ചിട്ടില്ല. ചോദിക്കാതിരിക്കാൻ ഒരു കാരണം പ്രത്യേകം പറഞ്ഞാൽ എൻ്റെ മാപ്പിളപ്പാട്ടിന്റെ തിരക്ക്. രണ്ടാമത് ഞാൻ അന്ന് സിനിമയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ പരിപാടിക്ക് ഞാൻ പോകില്ലായിരുന്നു. സിനിമയിൽ നിന്ന് ഔട്ടായാല് നമ്മളെ പഴയ കുമ്പളങ്ങൊക്കെ കെട്ടതുപോലെയാ. പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല. എഴുതിയത് ഇപ്പൊ ഹിറ്റായ ബാബുക്ക് എഴുതിയത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അതെന്ന് ചോദിക്കട്ടെ. അങ്ങനെ പറയാൻ കഴിയില്ല. കൊറേ പാട്ടില്ലേ. ഇതാണ് ഇപ്പൊ നമ്മൾ ഇഷ്ടവും. ഞാൻ ചോദിക്കട്ടെ, ഹിറ്റായ പാട്ടുകൾ ബാബുക്ക് എഴുതിയത് നമുക്ക് എടുത്തിപ്പോ പെട്ടെന്ന് വായിൽ കിട്ടുന്ന കുറച്ച് പാട്ടുകൾ? കൊറേ പാട്ടില്ല. ഉമ്മാന്റെ കാലടിപ്പാടി, പിന്നെ കരയാനും പറയാനും, കണ്ണീരിൽ മുങ്ങി, മക്കത്ത് പൂത്തൊരു പാട്ടുണ്ട്. മനസ്സകമില് പണ്ടേ പായ കപ്പല്, കല്യാണ പെണ്ണിന് ചേരുള്ള മൈലാഞ്ചി, പിന്നെ എത്ര അരികില് വന്നോട്ടെ കടക്കണ്ണിന് മുന കൊണ്ട്. അയ്യോ, കടക്കണ്ണി നിങ്ങൾ എഴുതിയാണോ? പണ്ടവൻ തന്നോട് ദീനിൽ ഉൾക്കൊണ്ട്. പിന്നെ മണൽത്തട്ടില് മക്കത്തെ ജബലുകള്, എല്ലാരും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടുകളാണ്. മസ്ജിദിൽ മുസല്ല വിരിച്ച് MG പാടി. ഇന്റെ സംഗീതമാണ്. ആ ആൽബത്തിലുള്ള മഹറോ അത് മജിലിസ്. അത് ആൽബത്തിലുള്ള ഫുള്ള് മസ്ജിദ് മുഴുവൻ പാട്ടും ഞാൻ എഴുതിയത്, ഞാൻ സംഗീതം ചെയ്ത പാട്ടാണ്. MG പാടിയ ഒരുവിധം MGന്റെ എല്ലാ പാട്ടും ഞാനതിന് സംഗീതം. വേറെ സംഗീത സംവിധായകൻ ഇല്ലായിരുന്നു. എത്ര പാട്ടുള്ളത് ഇനി പെട്ടെന്ന് കിട്ടുന്ന. പിന്നെ കണ്ണൂർ ഷെരീഫിന്റെ പള്ളിക്കാട്ടിലാണ് നാളെ മറിയ, സുബഹിക്ക് മൈലാഞ്ചി ചുവപ്പ് കൊടുത്തത്. പിന്നെ ഇബിലീസിൻ കണ്ണെത്താത്ത നാടുണ്ടോ, ഇത്ര പാട്ട്. കുറച്ച് പാട്ട് പോന്നോട്ടെ. ധാരാളം പാട്ട് നമ്മള് കേട്ട്. എന്തിനാണ് പറയുന്നത്? നമ്മൾ ഇന്നത്തെ ഒരു കുട്ടി ജനിച്ചാൽ താരാട്ട് പാട്ട് പാടി കൊടുക്കണ ബാപ്പുക്കന്റെ പാട്ടല്ലേ? പിന്നെ സിബിലേച്ചി പാടിയ തെരുവിൽ ഞാൻ എന്ന ഒരു നാളിൽ ജനിച്ചു, തെരുവിന്റെ മോളെന്നെല്ലാവരും വിളിച്ചു, കുട്ടിയെന്നേറെ വിശപ്പ് സഹിച്ചു, കുപ്പത്തൊട്ടിയിലെ ചോറ് വേയിച്ചു. അങ്ങനെ എത്രയോ പാട്ടുകൾ.
അസിലാത്ത പാടിയ ബിസ്മി ഹംദും ബാപ്പുക്ക് ഉണ്ടോ അതിന്റെ പാട്ട ബിസ്മിയും ഹംദും അത് അല്ലല്ല ബിസ്മിയും ഹംദൂരത്ത് അതിലെ പാടിയ പിന്നെ എന്റെ നേരിൻ മാർഗം ഒന്ന് ഇസ്ലാമാണ് പാടിയ തുതിയും സലാത്തും നൽ സലാമോതുന്നേ പതിവായി ഞാൻ കരമുയർത്തി. അയ്യോ പാട്ട് ഈ പാട്ടിന്റെ ഒക്കെ പിന്നില് എഴുതിയ ആളാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇപ്പൊ ഒരുവിധം ആളുകൾക്കൊന്നും അറിയില്ല, ഇത് പാടിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്കും അറിയില്ല അത് ബാപ്പുക്കയുടെ പാട്ടാണ്. എന്തിനാ മനസ്സകമിൽ മുഹബത്ത് പെരുത്ത് പാടത്തെ കല്യാണ വേദികളുണ്ടോ? അതിന്റെ ഉദാഹരണം ഇപ്പൊ പറഞ്ഞാൽ അതിന്റെ ഒരേയുള്ള പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കൊന്നും അതും അറിയില്ല. അവർക്കൊന്നും നമ്മളെ ഇതിൽ ചെയ്ത സംഭാവന എന്താണെന്ന് അവർക്കൊന്നും അറിയില്ല. അവരിപ്പോ നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് നന്നായിട്ട് അടിച്ചു മാറണമെന്നല്ലാതെ ഞാൻ ഈ രംഗത്ത് ആരാതൊന്നും അവർക്കറിയില്ല. അവരിപ്പോ അറിയണമെങ്കിൽ നമ്മൾ മരിക്കേണ്ടി വരും, അല്ലായിരിക്കും അവരറിയില്ല. മറ്റേ പ്രേം നസീറിന്റെ ഒരു കഥ അല്ലേ അദ്ദേഹം ചെയ്ത സിനിമ മക്കള് കണ്ടില്ല? കണ്ടില്ല ഇല്ലല്ലേ? അതാണല്ലോ പ്രേം നസീർ അഭിനയിച്ച ഒരു പടം പോലും മക്കള് കണ്ടിട്ടില്ല. അത് എവിടുന്ന് മക്കള് പറഞ്ഞതാണോ? അതിൽ വേറൊരു പ്രശ്നം കണ്ടുണ്ടായിരുന്നു അന്ന്. പെൺകുട്ടികളായപ്പോ ഇയാള് കുറച്ച് സ്ട്രിക്റ്റ് കൂട്ടിയാ വളർത്തിയത് പ്രേം നസീർ. അപ്പോ മൂപ്പര് പല സ്ഥലത്തും ലൊക്കേഷനിലായിരിക്കല്ലോ. അപ്പം ഫോൺ സൗകര്യം ഇല്ലല്ലോ അന്ന്. കത്ത് എഴുതി ചോദിക്കണം ഒരു സിനിമക്ക് പോണെങ്കിൽ. ആ കത്ത് എഴുതി ചോദിച്ച് പിന്നെ ആ കത്തിന്റെ മറുപടി വരുമ്പോഴേക്ക് സിനിമ തിയേറ്ററിൽ നിന്ന് പോയിണ്ടാവും. അത് മൂത്ത മകള് പറഞ്ഞതാ. അതേപോലെ തന്നെ നമ്മുടെയും കാര്യവും. നമ്മളെത്ര പാട്ട് എഴുതി നമ്മളെന്തായാലും ചെയ്തെന്നൊന്നും എൻ്റെ വൈഫിനും അറിയില്ല, എൻ്റെ മക്കൾക്ക് ആർക്കും അറിയില്ല. ഞാൻ അവരോട് അത് പറഞ്ഞു കൊടുക്കാൻ പോയിട്ടുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഇതുപോലെ കല്യാണ പാട്ടുകളിൽ ഹിറ്റായ പാട്ട് മനസ്സകമില് കല്യാണ പെണ്ണിന്റെ ജയിലുള്ള മൈലാഞ്ചി, പിന്നെ പിന്നെ സിവിലേച്ചി പാടിയൊരു പാട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങളാണോ എഴുതിയ? ഏറ്റവും കൂടുതൽ അക്കാലത്ത് ഭക്തിഗാനവും മധുഗാനവും ഒക്കെയാണ് കൂടുതൽ എഴുതിയിരുന്നത്. പിന്നെ ഇപ്പൊ ഈ സ്വഭാവം മാറിയല്ലോ. ഇപ്പോൾ അവര് പറയുന്ന എന്തൊക്കെയാണ് പറയുന്നത് ചോദിക്കുന്നതിന് എഴുതി കൊടുക്കുക. അപ്പൊ അല്ല അപ്പൊ ഈ മറ്റേ ഈ അമ്പലപ്പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്? അമ്പലപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഓ അമ്പലപ്പാട്ടുകള് മറ്റേ ശബരിമല ഭക്തിഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പാടലന്ന് എടപ്പാള് വിശ്വൻ ഉണ്ണിമേനോടൊക്കെ പാടിയിട്ടുണ്ട്. ക്രിസ്ത്യ ഭക്തിഗാനം എഴുതിയിട്ടുണ്ട്. ലളിത ഗാനങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട് റേഡിയോയിലേക്ക്. അന്ന് റേഡിയോയിൽ ഇങ്ങനെ ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ രചന ബാപ്പു പുള്ളി പറമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ദാസേട്ടൻ ആലപിച്ച ഗാനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേൾവാമത്തത്. അന്ന് അതോ ഉള്ളല്ലോ മാധ്യമങ്ങൾ, റേഡിയോ. ഇന്നിപ്പോഴത്തെ ആളുകൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. ഈ കല കൊണ്ട് വാപ്പുക്ക ഈ രചനാ ഫീൽഡിൽ തിളങ്ങി നിന്നപ്പോൾ വാപ്പുക്ക ഉണ്ടായ ഒരു വലിയ അനുഭവം ഇതിലൊന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് മനസ്സ് വരുന്നൊരു അനുഭവം. രചന കൊണ്ട് തിളങ്ങി നിന്ന അവസരത്തിൽ പിന്നെ അങ്ങനെ എവിടെയെങ്കിലും കുടുങ്ങുമ്പോൾ നമ്മളെവിടെ കുടുങ്ങുന്ന സമയത്ത് കഴിച്ചതായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? പാട്ടുകളൊക്കെ അല്ലേ? അല്ല പാട്ട് വേണം. അപ്പോൾ നമ്മളെ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളെ ചില പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയുന്ന ആളെങ്കിലൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലും പെട്രോൾ അടിച്ച് കുടുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനത്തെ അനുഭവങ്ങൾ ഇവിടെ നമ്മൾ പണ്ട് പരിപാടിക്ക് പോയിട്ട് ചാവക്കാട് പിന്നെ രാത്രി 2 മണിക്ക് വരിക. 2 മണിക്ക് വരുന്ന സമയത്ത് ചെക്കിങ് വന്നു. യഥാർത്ഥത്തിൽ നമ്മളെ വണ്ടി ആകെ 10-16 സീറ്റാ. 18-20-30 ആളുണ്ട് വണ്ടിയിലൊന്നും. ഈ സൗകര്യങ്ങളൊന്നും അന്ന് ഇല്ലല്ലോ. 2 വണ്ടിയൊന്നും വിളിച്ച് പോകാൻ കഴിയില്ല. ഒപ്പനയും ഗാനമേളയും ഫണ്ടും കാര്യങ്ങളും അതും ഇല്ലല്ല. ഒപ്പനയും ഗാനമേളയും മൈക്ക് സെറ്റും ഒക്കെ ആയിട്ടാണ് പോണത്. എല്ലാരും ചാർജ് ചെയ്യുന്നുണ്ട്. ഒറ്റ കുട്ടിയും ചാർജ് ചെയ്യാതെ SI വിടുന്നില്ല. CI രാത്രി 2 മണിക്കാണ്. ഇയാള് പിന്നെ ഡ്രൈവർ പോയിട്ട് EVR ഒക്കെ കൊണ്ടു കൊടുത്ത് വണ്ടിയിലാരാ നോക്കി. അപ്പോഴേക്ക് പിന്നെ പോലീസ് വന്ന് ഇതടിച്ചിക്കണം. ഏത് അല്ലല്ല ടോർച്ച് അടിച്ച് എണ്ണീക്കണം ഇതിനുള്ളിന്ന്. ധാരാളം സാർ ഇതൊക്കെ അവിടെ പോയിട്ട് പോലീസ് പറഞ്ഞു ഡ്രൈവറോട് വിചാരിച്ച ഗാനം വേള വാപ്പുള്ളി ഓർമ്മിന്റെ ഗാനം വേളയാന്ന് പറയും. അയാൾ വരാൻ പറയും പറയും. അപ്പം ഞാൻ ചെന്നു ഗാനമേള ടീമാന്ന് പറഞ്ഞു നിങ്ങളില്ലേ?
അയാളോട് വരാൻ പറയുക. എന്നോട് പറഞ്ഞു വിടാൻ കാര്യം പ്രയാസമായിരിക്കും, പോയി നോക്കി നിങ്ങളെന്ന് പറഞ്ഞു. അപ്പൊ നോക്കി ഞാൻ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു സാറ് ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരാഞ്ഞതെന്ന് പറഞ്ഞു. ആ ബാപ്പു വള്ളിയോർമാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ബാപ്പു വള്ളിയോർമാണ്, ഞാൻ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ ഉണ്ടായി. ആ അങ്ങനത്തെ പിന്നെ അന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ പരിചയപ്പെടാൻ വിളിച്ച. അപ്പം ഞാൻ പോയിക്കോളിട്ടോ, വണ്ടിയിൽ ആളൊക്കെ കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞു വണ്ടിയിൽ വണ്ടി അങ്ങനെ വിളിച്ച് പോവാൻ കഴിയൊരു സാർ. ഗാനമേള കഴിഞ്ഞ് വരുമ്പോ പാതിരാത്രി കുടുങ്ങിയിട്ട് ഇതേമാതിരി തന്നെ നാട്ടുകാർ നമ്മളെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെ ഞാൻ അന്ന് അറിഞ്ഞിട്ട് സഹായിച്ചു വിട്ട ധാരാളം അനുഭവങ്ങളുണ്ട്. ഇതാണ് വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. വാഹിദ് എന്ന് പറഞ്ഞൊരു CI ആയിരുന്നത്. അദ്ദേഹം ഇപ്പൊ പിരിഞ്ഞു പോയെന്ന് എനിക്കറിയില്ല. കലാകാരന്മാർക്ക് കിട്ടുന്ന അംഗീകാരങ്ങളാണ്, കലാകാരന്മാർക്ക് കിട്ടുന്ന അംഗീകാരം. പിന്നെ അതിനേക്കാൾ ഉപരി വലിയൊരു അംഗീകാരം വേറെ പറഞ്ഞു തരാം. പിന്നെ ഇന്നത്തെ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ പാസ്പോർട്ട് എടുക്കായി. അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു ഗൾഫ് ട്രിപ്പ് വന്ന് നോക്കണേനും പാസ്പോർട്ടിന്റെ ഇത് നോക്കുമ്പോൾ കലാകാരണം കഴിഞ്ഞു പോയി. നല്ലൊരു ട്രിപ്പാണ് അതിന്. അന്ന് ഇദ്ദേഹത്തെ അന്ന് പാസ്പോർട്ട് കിട്ടാൻ ഒരു മാർഗവും ഇല്ലെന്ന്. പെട്ടെന്ന് കിട്ടൂല. അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ തന്നെ 25,000 50,000 റുപ്യ കൈക്കൂലി കൊടുക്കണം. നമുക്ക് ഇവിടുന്ന് 25,000 റുപ്യ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ കഴിയുമോ? ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എന്തായാലും വണ്ടിയിലൊന്ന് കൊടുക്കുക. പെട്ടെന്ന് സ്പീഡ് കിട്ടുന്ന ഒരു ഇതുണ്ട്, അതിന് കുറച്ച് പൈസ കൊടുത്താൽ ചിലപ്പോൾ കിട്ടും എന്നൊക്കെ ഉള്ള നിലക്ക് ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ലൈൻ നിൽക്കുകയാണ്. എവിടെയാ? കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിൽ ലൈൻ നിന്ന് എൻ്റെ മുമ്പിൽ കുറേ ആളുണ്ട്. ഞാൻ ഇങ്ങനെ നിൽക്കണേനോ ആ ചില്ലിൻ പിന്നെ പാസ്പോർട്ട് ഓഫീസിനുള്ളിൽ നിന്ന് എൻ്റെ ഒരാൾ ഇങ്ങനെ വിളിക്കുന്നു. ഞാൻ പിന്നെ ആര് വിളിക്കാൻ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളത് ഞാൻ മൈൻഡ് ചെയ്തില്ല. വീണ്ടും വിളിച്ചു, അന്നേരം ഞാൻ മൈൻഡ് ചെയ്തില്ല. മൂന്നാമത് അവിടുത്തെ പിയൂണ് വന്നിട്ട് നിങ്ങളുണ്ട് സാറ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നെയോ? ആ പാസ്പോർട്ട് ഓഫീസറുണ്ട് നിങ്ങളെ വിളിക്കുന്നതാണ്. ഞാൻ ചോദിച്ചാൽ ഞാൻ നിങ്ങളെ തന്നെ വിളിക്കുന്നത് അങ്ങോട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നോട് ചോദിച്ചു ബാപ്പു വള്ളിയോർമ്പല്ലേ? അന്നാണെങ്കിൽ വലിയ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു കാലാ. നമ്മൾ എന്തിന് പാസ്പോർട്ട് എടുക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ഇന്നത്തേനേക്കാൾ ഡബിൾ ഒരു സംഭവമുള്ള കാലാണ്. അപ്പോ ഞാൻ പേടിച്ചുകൊണ്ട് ഉള്ളിൽ കയറി ബാപ്പു വള്ളിയോർമ്പല്ലേന്ന് ഞാൻ പറഞ്ഞു അതെ സാർ ഞാനാണ്. എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗൾഫിലേക്ക് ഒരു പോകണം, പാസ്പോർട്ടിന്റെ ഒരു സമയം കഴിഞ്ഞു പോയി, ഒരു തിരിയുന്ന ഒക്കെ എഴുതി ഇന്ന് വൈകുന്നേരം വന്നോളി പാസ്പോർട്ട് തരാന്ന. അയ്യോ, എനിക്കിത് സ്വപ്നത്തിലിട്ട് കാണുന്ന വൈദ്യ എനിക്കൊന്നും മനസ്സിലാവില്ല എന്താണ് സംഭവം. അപ്പൊ എന്നോട് പറഞ്ഞു യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മാർക്കിനായിരുന്നില്ലേ നിങ്ങളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞായിരുന്നു അന്ന് ഫസ്റ്റ് കിട്ടി എന്റെ മോക്കായിരുന്നു. അല്ല എന്റെ മോൾക്ക് ഇനി അന്ന് മാപ്പിളപ്പാട്ടിലും ഒപ്പനയിലും ഒക്കെ ഫസ്റ്റ് നിങ്ങളതിന് മാർക്കിടാൻ ഞങ്ങൾ അന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. നിങ്ങൾ എന്റെ മൂക്കിട്ട് തന്നതൊന്നുമല്ല, അവളുടെ പെർഫോമൻസിന് ഇട്ടതാണ്. ടച്ചോനെ അമ്മായി ഇതൊക്കെ കല കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം എത്ര റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ട്? അതിപ്പം മൈലാഞ്ചി, പട്ടുമാല ഉണ്ടായിരുന്നോ? പട്ടുമാലില്ല, പട്ടുമാലില് 14 ഉണ്ടായിരുന്നു അല്ലേ? 14 ഉണ്ടായിരുന്നു. പിന്നെ മൈലാഞ്ചിയിലുണ്ടായി. അത് ആ ഒരു കാലഘട്ടത്തിൽ അതിൽ വേണമല്ലോ. ഇനിയിപ്പോ അതിലൊന്നും കാര്യമില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ആൾക്കാർ. രാഷ്ട്രീയ തലത്തിൽ നല്ല പിടിപാടുണ്ടോ? രാഷ്ട്രീയ തലത്തിൽ എല്ലാ നേതാക്കന്മാരും അത്യാവശ്യം നല്ല ബന്ധമൊക്കെ ഉണ്ട്. കത്തില്ലാതെ അവരൊക്കെ എടുത്ത് കയറാം. അതാണ് ഗുണം. ഞാൻ വന്നതെന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മളിപ്പോ ഏറ്റവും വലിയ തിരക്കുള്ള സ്ഥലം ഇപ്പൊ നമ്മള് പാണക്കാടാണ്. അതിപ്പോ അവിടെ ചെന്നാല് ചൊവ്വാഴ്ച എന്നൊക്കെ ചെന്നാൽ ഞാൻ വന്നിട്ടെന്ന് പറഞ്ഞാല് അപ്പൊ സുഖമില്ലാതെ കിടക്കുകയാണ് മുന്നൂർ സാഹിബ്. അവിടെ അങ്ങനെ സന്ദർശകരെ കയറ്റുന്നില്ല. ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ പിന്നെ കയറ്റി. ഇപ്പൊ മെനിയാന്ന് ഞാൻ പോയിരുന്നു അവിടെ മുന്നൂർ സാഹിബിനെ കാണാൻ. അതൊക്കെ തന്നെ പോരെ, വലിയൊരു സമ്പത്തൊന്നും സമ്പാദിക്കണ്ടല്ലോ. അതൊക്കെ മറ്റുള്ളവർക്കാർക്കും കഴിയോ? പിന്നെ മമ്മൂട്ടിന്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിച്ചു അത് പിന്നെ ഇതാണ് മറ്റേ ഇഷൽ ലൈല അവാർഡ് എന്ന് പറഞ്ഞ എല്ലാ വർഷവും ഒരു കൊടുക്കലില്ലേ കൈരളി. അത് അബുദാബിന്ന് ആണ് എനിക്ക് കിട്ടിയത്. അബുദാബി മമ്മൂട്ടി എന്താ പറഞ്ഞേ? മമ്മൂട്ടി ചോദിച്ച് അന്ന് 18-ലാണത്, 2018. അപ്പൊ എന്നോട് ചോദിച്ച് ഇത്രയും ചെറുപ്പക്കാരനാണോ ചോദിച്ചിട്ടോട്. അപ്പൊ ഞാൻ പറഞ്ഞു മമ്മൂക്കാനോട് പറഞ്ഞു
അത് എൻ്റെ പേര് നിങ്ങൾ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്നത് കൊണ്ടതാ. പിന്നെ ഞാൻ എനിക്ക് കൂടുതൽ വയസ്സുണ്ടെന്ന് തോന്നാൻ കാരണം. അപ്പോൾ എൻ്റെ പാട്ട് മൂപ്പര് ഡെയിലി കേൾക്കും എന്നോട് അനീഫക്ക പറഞ്ഞു തന്നാണ്. കരയാനും പറയാനും ഡെയിലി കേൾക്കൂല അദ്ദേഹം. ഇനി പടച്ചോനോടൊന്നും പറയാനില്ല, ഒക്കെ ഇതിലുണ്ടെന്ന് പറയും ചെയ്തിരിക്കുന്ന അനീഫക്ക എന്നോട് പറഞ്ഞു തന്നു. കൊച്ചിൻ അനീഫക്ക എൻ്റെ വലിയ നല്ലൊരു സുഹൃത്തായിരുന്നു. വലിയ ഇഷ്ടമായിരുന്നു മാപ്പിളപ്പാട്ടിന്. അദ്ദേഹത്തിന് നല്ല ഇഷ്ടമാണല്ലോ മാപ്പിളപ്പാട്ടിന്. പിന്നെ നമുക്കൊക്കെ ഒന്ന് പെട്ടെന്ന് അവിടെ എത്തിപ്പെടാനൊന്നും കഴിയൂലല്ലോ, വരെ മമ്മുക്കാൻ്റെ അടുത്ത് കൊന്നു. അതുകൊണ്ടാണ്. എന്നാലും നമ്മളെയൊക്കെ വിലൊക്കെ അറിയും, എനിക്ക് ഉറപ്പാ പേര് പറഞ്ഞാലും. ഇപ്പം നാളെ മരിച്ചു പോയ നവാസ് വിളിക്കുമ്പോഴേക്കും കൂടി ചോദിക്കും ബാപ്പുക്കായല്ലേ. അതൊക്കെ അവർക്ക് നമ്മുടെ നമ്പർ അതിലുണ്ടായിട്ടല്ലേ എന്താ ബാപ്പുക്കാന്ന് ചോദിക്കുന്നു. എത്ര പാട്ട് പാടിണ്ടാവും? എൻ്റെ പാട്ടോ കുറെ പാടിയുണ്ട്, കുറച്ചൊന്നുമല്ല, നല്ലോണം പാടിയിട്ടുണ്ട്. നമ്മള് ഞങ്ങൾ ഓർത്തു പോയി, നമ്മള് മുമ്പ് മണ്ണാർക്കാട് പ്രോഗ്രാം ഫസീലത്ത, അതുവരെ നമ്മളല്ലേ മൂന്നാള്, അതാ യാത്ര ഒക്കെ എന്തൊരു അനുഭവം, എല്ലാത്തൊരു അനുഭവം. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോഴേക്കും മരിച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം, ഒരു ഇതില്ലല്ലോ അവർക്ക്, ഒരു ഹെൽത്തി കുറവൊന്നും ഇല്ല, വെറുതെ മരിച്ചോണല്ലേ. ഭയങ്കര സൂക്ഷ്മത പാലിക്കുന്ന ഒരാളെ, ഭക്ഷണത്തിലൊക്കെ സൂക്ഷ്മതയല്ലേ. ഭക്ഷണത്തില് മാത്രല്ല, ഒരു ദീനിയായ കാര്യങ്ങളിൽ ഭയങ്കര സൂക്ഷ്മതയായിരുന്നു. അതിൽ കൂടുതൽ ഭക്ഷണത്തിൽ ഭയങ്കര സൂക്ഷ്മതയായിരുന്നു. ഭക്ഷണം ഈ നെയ്ച്ചോറ് ബിരിയാണി ഒന്നും കഴിക്കില്ലേ, പിന്നെ അത് നോക്കിയിട്ട് കാര്യമല്ല. എറിഞ്ഞോളി മൂസാക്ക് ഏകദേശം എത്ര പാട്ട് പാടി ഉണ്ടാവും? എറിഞ്ഞോളി മൂസാക്കിയും പീർ മുഹമ്മദും ഒക്കെ എൻ്റെ പാട്ട് വളരെ കുറവാ പാടിയത്. കാരണം അന്ന് തലശ്ശേരിയാണല്ലോ അവരടുത്ത് പോയിട്ട് പാട്ട് എഴുതി കൊടുക്കാനൊന്നും എനിക്ക് കഴിയില്ല. പക്ഷെ എൻ്റെ പാട്ടന്ന് പിന്നെ എറിഞ്ഞോളി മൂസാക്ക അത് പാടി തുടങ്ങിയ മുതൽ ഗൾഫിലും അവിടെയും ഇവിടെയും അല്ല, തലശ്ശേരികളിൽ എൻ്റെ പാട്ട് പാടി. അങ്ങനെ പറഞ്ഞേക്കാം. MP ഉമ്മർകുട്ടി എന്ന് പറഞ്ഞൊരു പാട്ടുകാരുണ്ട്. നീ പാട്ട് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി എന്നൊക്കെയുള്ള പാട്ട് പാടിയില്ലേ, അതിപ്പോ സിനിമയില് വേറെ വെർഷൻ ഇറങ്ങി. ആ പാട്ടൊക്കെ പാടി MP ഉമ്മർകുട്ടി എന്ന് പറഞ്ഞ പാട്ടുകാരനാണ് എൻ്റെ പാട്ട് ആദ്യം റെക്കോർഡ് ചെയ്തത്, ഗ്രാംഫോണിൽ വന്നത്. ഓഹദ് രണാങ്കണ മണൽത്തരി പോലും ധരിച്ചു നിന്നെന്ന് പറഞ്ഞ ഓഹദിന്റെ ചരിത്രം ഒക്കെ റെക്കോർഡ് ആദ്യം വന്നത് മുറുക്ക പാടിയിട്ടാ. പിന്നെ ഇതിലുള്ള സമ്പാദ്യം ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എല്ലാ പാട്ടുകാരെ കൊണ്ടും പാട്ട് പാടിക്കാനും ഒരുവിധം മാപ്പിളപ്പാട്ടുള്ള ഫീൽഡിലുള്ള ആളുകളൊക്കെ വെച്ച് ഗാനമേള നടത്താനൊക്കെ എനിക്ക് ഭാഗ്യമുണ്ടായി. പിന്നെ അഫ്സല് മുതൽ താഴെ കിടകിലുള്ള സിത്താര വരെ അവരെ കൊണ്ടൊക്കെ പാട്ട് പഠിക്കാൻ കഴിഞ്ഞു. സിത്താറിന്റെ കൊണ്ട് ആദ്യം പാട്ട് പഠിക്കാനും കഴിഞ്ഞ എനിക്കാ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ. ഇതൊക്കെ തന്നെ പോരേ. അതിൽ ഇങ്ങനെയൊന്നും ആവും വിചാരിച്ച് ഇറങ്ങിയതല്ലല്ലോ, കിട്ടിയതൊക്കെ ലാഭാ. പിന്നെ അക്കാഡമിക്കലായിട്ടൊന്നും പഠിച്ചു വന്നതല്ലല്ലോ ഞാനൊന്നും. നമ്മള് നാടൻ പഠിപ്പല്ലേ ഉള്ളൂ നമ്മളെടുത്തുള്ളൂ. അപ്പൊ നമ്മളെ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവെച്ചല്ലേ. ആബുക്കയുടെ തുടക്കം മുതലുള്ള ഒരു കുറച്ച് ചെറിയ 10 മിനിറ്റിന്റെ ഇടക്ക് എന്തെല്ലാം അനുഭവങ്ങൾ പങ്കുവെച്ചു. എന്തായാലും പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരാം. ഓക്കെ, ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? സൈഡാക്കിട്ടെ. നമ്മുടെ പ്രേക്ഷകരാണല്ലോ നമ്മളെ ഇതുവരെ നമ്മളെ വളർത്തിയത്. അതെ, അവരില്ലേ, നമ്മളില്ലല്ലോ. അതെ. അപ്പൊ നമ്മള് ഇപ്പൊ എന്താ പറയാ, പ്രേക്ഷകരോട് എന്താ പറയണ്ടേ? പ്രേക്ഷകരോട് നമുക്ക് ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനത്തിനും എല്ലാ വിമർശനങ്ങൾക്കും നന്ദിയുണ്ട്. വിമർശനങ്ങൾക്കും ഉണ്ട്. എല്ലാ വിമർശനം ഉണ്ടായിട്ടാണല്ലോ നമ്മൾ വളരുന്നത്. അതെ. അല്ല ഒക്കെ നന്നെന്ന് ആരും പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഓക്കെ, താങ്ക് യു. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത യാത്രയിൽ ഇനിയും വരും ഇൻഷാ അല്ലാഹ്.